കൊട്ടിയൂർ അമ്പലത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളെല്ലാം വളരെ മനോഹരമാണ്. പക്ഷെ നമ്മളൊക്കെ കണ്ടിരുന്നു പോകുന്ന ഒരു ചടങ്ങുണ്ട്. പ്രദക്ഷിണ വഴിയിലൂടെ ആന നടന്നു പോകുന്ന ആ ശീവേലി കാഴ്ച എന്ന് പറയുന്നത്. ഭഗവാന്റെ തിടംപേറ്റി പ്രദക്ഷിണ വഴിയിലൂടെ ബാവലിപ്പുഴയിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൽ ചവിട്ടി ആന നടന്നു പോകുന്ന ആ കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ച. നമ്മൾ കണ്ടിരുന്നു പോകുന്ന കാഴ്ചയാണ്. ആ ആനകൾക്കൊക്കെ ഒരു ശാന്തത ഉള്ളതായിട്ട് അവിടെ ചെന്ന് നേരിൽ കണ്ട് അനുഭവപ്പെട്ടതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ നിന്നും ആന ഇടഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് വല്ലാത്തൊരു വേദന ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ആനയെ ഇതുവരെ കൊട്ടിയൂരിൽ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിവില്ല. അങ്ങനെ ഉണ്ടായത് എന്താണ് എന്ന് ഒരു വേദന മനസ്സിൽ തോന്നിയതാണ്. ആനകൾ എത്ര ശാന്തമായിട്ടാണ് ഇവിടെ കഴിയുന്നത് എന്ന് തോന്നി ഒരു സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് ഈ ആന പ്രദക്ഷിണ വഴിയിലൂടെ കടന്നു പോകുന്നത് വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ടാണ്. വെള്ളം എന്ന് പറയുന്നത് വളരെയധികം തണുപ്പ് നൽകുന്ന ഒരു സംഭവമാണ്. അത്തരം ഒരു തണുത്ത ഒരു പശ്ചാത്തലത്തിലൂടെ ആ ഒരു പരിതസ്ഥിതിയിലൂടെ ആന നടന്നു പോകുമ്പോൾ ആനയ്ക്ക് മറ്റൊന്നും ആനയെ അലട്ടുകയില്ല, അതിന് സമ്മർദ്ദം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ആന ഇത്രത്തോളം ശാന്തനായി കാണുന്നത്. അതുകൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയും ചെയ്തു. പക്ഷെ കഴിഞ്ഞ ദിവസം ആന ഇടയാനുണ്ടായ കാരണം അവിടെ വന്ന ഭക്തജനങ്ങൾ തന്നെയാണ് എന്നാണ് കേൾക്കുന്നത്. ഭക്തജനങ്ങളുടെ അസഹ്യമായ പെരുമാറ്റമാണ് കൊട്ടിയൂരിൽ ആനകൾ കൊമ്പുകോർത്ത് പരിഭ്രാന്തി പരത്തിയതിന് പിന്നിൽ എന്നൊരു വാർത്ത വായിച്ചു. കൊട്ടിയൂരിൽ പാർവതി ദേവിയുടെ തിടമ്പെടുക്കുന്ന തക്കാവിള വിഷ്ണുനാരായണൻ എന്ന ആനയും പെരുമാളിന്റെ തിടമ്പേറ്റുന്ന കൊടുമൺ ശിവനുമാണ് പരസ്പരം കുത്തി പരിക്കേൽപ്പിച്ചത്. 2 ആനകളെയും കൊട്ടിയൂർ ദേവസ്ഥാനത്തിന് സമീപം ഒറ്റപ്പിലാക്ക് അടുത്തുള്ള കുറിച്യരുടെ കയ്യാലയ്ക്ക് പുറകിലാണ് എഴുന്നള്ളിപ്പില്ലാത്ത സമയം തളയ്ക്കാറ്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ ഇവിടെ വെച്ചാണ് ആനകൾ പരസ്പരം ഇങ്ങനൊരു ഏറ്റുമുട്ടൽ നടന്നത്. ഏറെ പണിപ്പെട്ടാണ് ആനകളെ പാപ്പാന്മാർ ശാന്തരാക്കിയത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം എത്തുന്ന ഭക്തജനങ്ങൾ ഈ ആനകളെ തൊട്ടു നോക്കാനും ഒക്കെ മറ്റും വന്നിരുന്നു. ആ ഒരു പെരുമാറ്റം ആനകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഒരു പരാതി ഉയർന്നിരുന്നു. അധികൃതരുടെ മുന്നറിയിപ്പോ നിർദ്ദേശങ്ങളോ ഇവർ അനുസരിച്ചില്ല. അതുകൊണ്ടാണ് ആനകൾ ഇങ്ങനെ പെരുമാറിയത് എന്നാണ് അറിയുന്നത്. എന്തായാലും അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ, അതിപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരായാലും അന്യ സംസ്ഥാനക്കാരായാലും നമ്മളെല്ലാവരും ഭാരതീയരാണ്. അതുകൊണ്ട് ഭാരതത്തിലെ ഏത് ക്ഷേത്രങ്ങളിൽ ഏത് സംസ്ഥാനക്കാർക്ക് പോകാനുമുള്ള അധികാരമുണ്ട്, അവകാശമാണ്. അത് നിഷേധിക്കാനാവില്ല. അങ്ങനെ വരുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പവിത്രത നിലനിർത്താൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഒരുപാട് വിഷയങ്ങൾ കൊട്ടിയൂരിൽ കേട്ടിരുന്നു. കൊട്ടിയൂരിൽ ഇതുവരെ ഇല്ലാത്ത പല ആചാരങ്ങളും ഉയർന്നു വരുന്നു എന്ന പരാതി പലരും വേദനയോടെ വന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതുപോലെ തന്നെ കൊട്ടിയൂരിന്റെ പഴമ നഷ്ടപ്പെടുന്നു. ആ പുരാതനമായ ആ വനപശ്ചാത്തലത്തിൽ നിന്ന് ഒരുപാട് പഴമ നഷ്ടപ്പെട്ട മറ്റൊരു കൃത്രിമത്വത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞവരും നിരവധിയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊട്ടിയൂരിൽ അനുഭവപ്പെടുന്നതായി പഴമ പണ്ട് മുതലേ അമ്പലത്തിൽ വന്ന് ഒരു ശീലമുള്ള ആ ഒരു അമ്പലത്തിലെ ഉത്സവകാലത്ത് വന്നിട്ടുള്ളവരെല്ലാവരും വളരെ വേദനയോടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായാലും ഈവൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരായാലും കൊട്ടിയൂരിന്റെ പവിത്രത നഷ്ടപ്പെടാതിരിക്കാൻ അവരെല്ലാവരും ബാധ്യസ്ഥരാണ്. ഒപ്പം ഇതുപോലെ ആന എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ തിടമ്പേറ്റുന്നതും അതുപോലെ തന്നെ ദേവിയുടെ തിടമ്പേറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ചുരുക്കം ചില ആനകൾ, രണ്ട് ആനകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവയെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക, അതൊക്കെ ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ആ ഒരു മര്യാദയും മാന്യതയും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിന്നുള്ളവരെല്ലാം കുഴപ്പക്കാരാണെന്ന് പറയുന്നില്ല. അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് ഇത്തരം പ്രോബ്ലംസ് എന്ന് കൂടുതൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അമ്പലത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അവരുടെ ഭാഷ അറിയുന്ന ആൾക്കാർ അവിടെ ഉണ്ടാകണം. അതിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ വൈശാഖോത്സവത്തിലെങ്കിലും മാറ്റങ്ങൾ വരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം കൊട്ടിയൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും ഒരു പുണ്യഭൂമിയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പരിപാവനമായ ഒരു ക്ഷേത്രസന്നിധിയാണ്. വിവിധങ്ങളായ ആചാരങ്ങളുള്ള ഒരു ക്ഷേത്രഭൂമിയാണ്. അത് സുരക്ഷിതമായിരിക്കേണ്ടത്, അത് നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കൂടി ആവശ്യമാണ്, ഓരോ മലയാളി ഭക്തരുടെയും ആവശ്യമാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാകാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ന്യൂസ് ഡെസ്ക് കർമാനസ്.